ജീവൻ നിധി കുബേരദീപം. ജീവം നിധി കുബേരദീപം സ്വാഹ. ജീവൻ നിധി കുബേരദീപം നമഃ സ്വാഹ. ഓം നമോ നാരായണായ നമഃ. ഈ പരിപാടി ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞാൻ നിങ്ങളോട് ചില വിഷയങ്ങളെപ്പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ആ വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾ കേട്ടതിന് ശേഷം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും, നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനും പരിഹാരം ഇന്നുണ്ടാകും. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പരിപൂർണമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജാതകത്തിൽ ആ ദോഷമുണ്ട്, ഈ ദോഷമുണ്ട് എന്നൊക്കെ പറയാറില്ലേ? പലരും അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പരാജയപ്പെട്ടേക്കാം. നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും തടസ്സം നേരിട്ടേക്കാം. നിങ്ങൾക്ക് ധാരാളം കടങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെല്ലാം ഒരു പരിഹാരം കാണുന്നതിനായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പൊതുവായ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും പറയാനാണ് വന്നത്. ജീവൻ പൊക്കിഷത്തിന്റെ ഈ ഒരു പാക്കറ്റ് ജീവൻ നിധി കുബേരദീപം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അകലുന്നതാണ്. ദുഃഖങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. മനപ്രയാസങ്ങളെല്ലാം അകന്നേ പോയിടും. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അകലുന്നതാണ്. ഈ കുബേരദീപം അപൂർവ ശക്തിയുള്ള കുബേരയാഗത്തിൽ വെച്ച് മന്ത്രങ്ങൾ ചൊല്ലി ആ കുബേരയാഗത്തെയും ഉഗ്രപൂജകളും ചെയ്ത് നിങ്ങളിലേക്കെത്തുന്നു. ഈ ജീവൻ നിധി കുബേരദീപത്തോടൊപ്പം കൊടുത്തിരിക്കുന്ന കുബേര നാണയ മന്ത്രത്തെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ചൊല്ലേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിറയും. ഞാൻ പറഞ്ഞ 5 വിഷയങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടത് ദാരിദ്ര്യമാണ്. അതായത് ദൃഷ്ടിദോഷം, വാസ്തുദോഷങ്ങൾ, പൊതുവായി പറഞ്ഞാൽ ദൃഷ്ടിദോഷം. ഇതെല്ലാം കൂടുതലായി പറയണമെന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം ഇതറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കേട്ട് കാണും. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യം നമ്മളെ വല്ലാതെ അലട്ടുന്ന സമയമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരേപോലെ വിദ്യാഭ്യാസം ചെയ്ത് പാസ്സായി ഒരേപോലെ മാർക്ക് വാങ്ങിയ 2 വിദ്യാർത്ഥികൾ, ഒരാൾക്ക് കമ്പനിയിൽ ജോലി ലഭിച്ചു, നന്നായി ജീവിക്കുന്നു. മറ്റേയാൾക്ക് ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണിങ്ങനെ? ഒരാൾ മാത്രം നല്ല മാർക്കൊക്കെ വാങ്ങി നല്ല സന്തോഷമായി ജീവിക്കുന്നു, മറ്റേയാൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് തലയിലെഴുത്ത്, സമയം, വിധി എന്നൊക്കെ പറയും. ഈ വിധി മാറ്റി എഴുതാൻ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ ഐശ്വര്യം വന്ന് നിറയണം. ഐശ്വര്യത്തിന്റെ അധിപതി ആരാണ്? കുബേരൻ. ആ കുബേരന്റെ അധിപതി മഹാവിഷ്ണു. തിരുപ്പതി ഏഴിമല ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നതുകൊണ്ട് ഈ കുബേരദീപം നിങ്ങളുടെ വീട്ടിൽ പ്രകാശത്തോടെ കത്തിയെന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, കഷ്ടപ്പാട് എല്ലാം അകന്നു മാറുന്നതാണ്. ജീവൻ നിധി കുബേരദീപം നൽകും. പെരുമാൾ മോതിരം ധരിക്കുന്നതുകൊണ്ട് തൊഴിലിലും ഉദ്യോഗത്തിലും മേന്മയുണ്ടാകും. ധനവരവ് വർദ്ധിക്കും. ജോലിയിൽ വന്ന് ഭവിക്കുന്ന തടസ്സങ്ങൾ നീങ്ങി ഉദ്യോഗ കയറ്റം, ധനവരവ് എന്നിവ വന്നു ചേരും. പെരുമാൾ ഡോളർ നിങ്ങളുടെ സന്താനങ്ങളെ രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കും. കൺദൃഷ്ടിയില്ലാതാക്കും. നിങ്ങളുടെ സന്താനങ്ങൾ നന്നായി പഠിക്കും. നിങ്ങളുടെ കുട്ടികളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കും. കുബേര നാണയം പോക്കറ്റിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ഗുഡ് ലക്ക് വന്നു ചേരും. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വിജയത്തിലെത്തിച്ചേരും. കുബേരദീപം തയ്യാറാക്കുന്നതിനായി താമരത്തണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള തിരിനൂൽ, കൂടാതെ കുബേരദീപ പരിമള സുഗന്ധ എണ്ണ 48 ദിവസം പൂജ ചെയ്ത് നിങ്ങളിൽ എത്തിച്ചേരുകയാണ്. ഇത്തരത്തിൽ ഈ ജീവൻ പൊക്കിഷം പെട്ടിയിൽ അടങ്ങിയിരിക്കുന്ന കുബേരദീപം തയ്യാറാക്കുന്നതിനു വേണ്ടി താമരത്തണ്ടിൽ നിന്നെടുത്ത തിരിനൂൽ, കുബേര സുഗന്ധ പരിമള എണ്ണ, പെരുമാൾ മോതിരം, പെരുമാൾ ഡോളർ, കൂടാതെ കുബേര നാണയം എന്നിവ ദൈവിക വരദാനം നിങ്ങൾക്ക് നൽകുന്നു. ഈ കുബേരദീപം മാത്രം നിങ്ങളുടെ വീട്ടിൽ പ്രകാശത്തോടെ കത്തി നിന്നാൽ നിങ്ങൾക്കുള്ള ദാരിദ്ര്യം, കഷ്ടപ്പാട് എല്ലാം അകന്നു പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചാണ് നമ്മൾ സമ്പാദിക്കുന്നത്, എന്നാൽ ചെലവ് വളരെയധികം കൂടുന്നു. വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. എടുപിടിയിന്ന് തിരിഞ്ഞു നോക്കാതെ നമ്മൾ ചിലവ് ചെയ്യും. ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരം ജീവൻ നിധി കുബേരദീപം. കുബേരദീപം നമ്മുടെ വീട്ടിൽ നിറഞ്ഞു കത്തി നിന്നു എന്നാൽ ദാരിദ്ര്യമകന്ന് ഐശ്വര്യം നിറയും. നമ്മുടെ വീടും സുഭിക്ഷമായി തീരും. ഈ കുബേരദീപത്തെ വാങ്ങി ജീവിതത്തിൽ വിജയം നേടുക. എന്താ പറയുന്നതെന്ന് കാണണമോ? ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 1.5 വർഷമായി. വന്ന നാൾ മുതൽ ഒരേ കഷ്ടപ്പാടാ. എല്ലാവർക്കും പലവിധ അസുഖങ്ങൾ മാറി മാറി വരുന്നു. എനിക്ക്, ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക്, ചിലപ്പോൾ എൻ്റെ മകൾക്ക് മാറി മാറി ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പ്രൈവറ്റ് ജോബാണ് ചെയ്യുന്നത്. അത്ര വലിയ വരുമാനമൊന്നുമില്ല. അടിക്കടി ഡോക്ടറെ കാണുന്നത് കൊണ്ട് പണത്തിനും ദാരിദ്ര്യം.
അതുകൊണ്ട് ചെറിയ ചെറിയ കടങ്ങളും വാങ്ങേണ്ടി വന്നു. ഒരു വശത്ത് പണത്തിന്റെ പ്രശ്നം, മറ്റൊരു വശത്ത് രോഗദുരിതം. അതിനാൽ തന്നെ ജീവിതത്തിൽ മൊത്തം വളരെ വലിയ കഷ്ടപ്പാടാണ്. വീട് വരെ വിൽക്കേണ്ട അവസ്ഥ വന്നു. ഇതിനെല്ലാം കാരണം വാസ്തുദോഷമാണെന്ന് പറഞ്ഞ് ഒരു ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വാസ്തുവും ശരിയാക്കി ഒരു ഉയർച്ച വരുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നും ശരിയായില്ല. പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഈ ഒരു സമയത്താണ് ജീവൻ നിധി കുബേര ദീപത്തെ പറ്റി എന്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു തന്നത്. അതിലുള്ള കുബേര ദീപത്തെ 48 ദിവസം മുടങ്ങാതെ കത്തിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറുമെന്നും പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ എന്റെ ഭാര്യ മുടങ്ങാതെ 48 ദിവസം അത് കത്തിച്ചു. അത് മാത്രമല്ല, പെരുമാളിന്റെ മോതിരവും ഞാൻ എന്റെ കയ്യിലണിഞ്ഞു. അതും കൂടാതെ പെരുമാളിന്റെ ലോക്കറ്റ് എന്റെ മകളുടെ കഴുത്തിലും ഇട്ടു. പണ്ടൊക്കെ മാസത്തിൽ 10 ദിവസം ഡോക്ടറുടെ അടുത്ത് പോകുമായിരുന്നു. ഇപ്പൊ നോക്കൂ, 4 മാസമായി. ഇതുവരെ ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. എന്റെ വീട്ടിലുള്ള വാസ്തുദോഷങ്ങളും അതോടെ ശരിയായി. എനിക്കുണ്ടായിരുന്ന ചെറിയ കടങ്ങളും അതും തീർന്നു. ഇപ്പോ പണത്തിന് ബുദ്ധിമുട്ടും ഇല്ല. ഒരു കഷ്ടപ്പാടും ഇല്ലാതെ സമാധാനമായി ജീവിക്കുന്നു. എന്റെ വൈഫും നല്ല എനർജിയോടെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നു. നല്ല ഹാപ്പിയായി ഇരിക്കുന്നു. എന്റെ മോള് സ്കൂളിൽ പോകുന്നുണ്ട്, നന്നായി പഠിക്കുന്നു. എനിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ സന്തോഷമായിരിക്കുന്നു. ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്നു വന്ന് ഞാൻ ഇത്രയും സന്തോഷമായിരിക്കുന്നത് അതിനൊരേ ഒരു കാരണം ജീവൻ നിധി കുബേരദീപമാണ്. കണ്ടല്ലോ നിങ്ങൾ. ഇനി നിങ്ങളും ജീവൻ നിധി കുബേരദീപം ഓർഡർ ചെയ്യുക. ജീവിതത്തിൽ സന്തോഷമായിരിക്കൂ. ഈ കുബേരദീപം നിങ്ങൾ വാങ്ങി നിങ്ങളുടെ ഭവനത്തിൽ വിളക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്കുള്ള കടബാധ്യതകൾ, വീട്ടിലെ വാസ്തുദോഷം, കൺദൃഷ്ടി ബാധിക്കുന്നത്, രോഗദുരിത ബാധകൾ, തൊഴിലിൽ മുന്നേറ്റമില്ലാതെയിരിക്കുന്നത്, കുട്ടികളുടെ വിദ്യാഭ്യാസം, പിന്നെ ജോലിയിലേർപ്പെടുന്നത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, ശമ്പളത്തിൽ ഉയർച്ച, നീണ്ട നാളുകളായി തീരാത്ത കോർട്ട് കേസ് വഴക്കുകൾ, അടിക്കടി ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന വഴക്കുകളും മറ്റും, നിങ്ങളുടെ മക്കളുടെ വിവാഹ തടസ്സം, പുത്രദോഷം, ഇവയെല്ലാം തന്നെ ഒരു നൊടിയിടയിൽ നിങ്ങളെ വിട്ട് അകലും. 48 നാൾ ഈ കുബേര ദീപത്തെ നിങ്ങളുടെ ഭവനത്തിൽ വരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശത്തെ കാണൂ. ഇതിലുള്ള പെരുമാൾ മോതിരം മോതിര വിരലിൽ അണിയേണ്ടതാണ്. പെരുമാൾ ഡോളർ കഴുത്തിൽ അണിയുക. കുബേര നാണയം പോക്കറ്റിൽ വെച്ചാൽ മതിയാകും. സുഗന്ധ പരിമള എണ്ണ പശുനെയ്യിലോ അല്ലെങ്കിൽ എള്ളെണ്ണയിലോ കലർത്തി കുബേര ദീപത്തിൽ വിളക്ക് തെളിയിക്കുക. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും നീങ്ങി സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും ജീവിക്കാം. ആ കുബേര മഹായാഗം ചെയ്യണം. അതുപോലെ തന്നെ ജാതകത്തിലുള്ള ഗൃഹദോഷങ്ങളും എല്ലാം മാറിയിട്ട് ഗൃഹത്തിൽ ശുക്രന്റെ പരിപൂർണമായ ഒരു അനുഗ്രഹം, ലക്ഷ്മി കടാക്ഷവും, അതുകൂടാതെ പരിപൂർണമായും സകല സൗഭാഗ്യങ്ങൾക്കുമുള്ള അനുഗ്രഹം വന്നു ചേരുവാൻ ഈ കുബേര മഹായാഗം, ഈ കുബേരയാഗം എന്നത് ശുക്രന്റെ അനുഗ്രഹം നേടി മന്ത്രങ്ങൾ ഉരുക്കഴിച്ചിട്ടുള്ളതാണ്. ഈ കുബേരദീപം അർത്ഥലക്ഷ്മി നമസ്തേസ്തു, പരബ്രഹ്മ സ്വരൂപിണി, അഷ്ട ഐശ്വര്യം ദേഹി, ധനം ദേഹി, സൗഭാഗ്യം ദേഹി മേ സദാ. നമ്മുടെ കുടുംബത്തിൽ ലക്ഷ്മി കടാക്ഷം നിറയുന്നതിനായി അത് ദേവി കുബേരലക്ഷ്മിയുടെ അനുഗ്രഹം വരണം. അതിനായി അതിരാവിലെ വീടിന്റെ പ്രധാന വാതിൽക്കൽ കോലമിട്ട് ദിവസം തോറും വീട്ടിൽ ദീപം തെളിയിക്കണം. അങ്ങനെ അവിടെ കത്തിച്ചു വെക്കുന്ന ദീപം ഈ ജീവൻ നിധി കുബേരദീപമാണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയും, സകല സൗഭാഗ്യങ്ങളും ആ അമ്മ അനുഗ്രഹമായി ചൊരിയും. ജയദത് പിത്രക അഹന്തി പാർവതി പരമേശ്വര. അച്ഛനും അമ്മയും മഹാദേവനും പാർവതിയും പോലെ നമ്മുടെ കുടുംബത്തിന് മനസമാധാനവും മനസ്സന്തോഷവും അനുഗ്രഹമായി ചൊരിയും അമ്മ കുബേരലക്ഷ്മി. ബ്രഹ്മഭട്ടൻ പറഞ്ഞതുപോലെ ധനം തരും, സന്തോഷം തരും, ഒരു നാളിൽ തളരാത്ത മനസ്സ് നൽകും, ദൈവാനുഗ്രഹവും തരും, നെഞ്ചിലും ഹൃദയത്തിലും ഇടം തരും, നല്ലവയെല്ലാം തരും. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഓം സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഈ ജീവൻ നിധി കുബേരദീപം മികവും ശക്തിയുമാർന്നത്. ഇത് ഞങ്ങൾ 48 ദിവസം പൂജ ചെയ്താണ് തരുന്നത്. എന്ത് പുതിയ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ കുബേര നാണയത്തിലുള്ള മന്ത്രം ചൊല്ലി എന്നാൽ ഒരു തടസ്സവുമില്ലാതെ ആ പ്രവൃത്തികളെല്ലാം നല്ല രീതിയിൽ അവസാനിക്കും. അപ്പോൾ രണ്ടാമത് പറയാൻ വരുന്നത് ആരോഗ്യം, അതായത് കുടുംബ ആരോഗ്യം, രോഗമില്ലാത്ത ജീവിതം, കുറ്റമില്ലാത്ത ഉയർച്ചയെന്ന് നമ്മുടെ പ്രായമുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സിൽ തന്നെ മകന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. കല്യാണം കഴിച്ചിട്ട് പല വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്ത സങ്കടം. എല്ലാ അമ്പലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല സമ്പാദ്യമുള്ള ഒരു കുടുംബത്തിലെ മകൻ പഠിത്തത്തിൽ വളരെ മോശമാണ്. കുടുംബം മൊത്തം കഷ്ടപ്പെടുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ആരോഗ്യക്കുറവ് വരുന്നത് എന്തെന്നാൽ അഷ്ടലക്ഷ്മി ഉണ്ടല്ലോ. പ്രധാനമായും അതിൽ ആരോഗ്യലക്ഷ്മി. അവർ വസിക്കുന്ന താമരത്തണ്ടിൽ നിന്ന് തന്നെ എടുത്ത തിരിനൂലിനാല് നമ്മുടെ കുബേരദീപം തെളിയിച്ചാൽ അഷ്ടലക്ഷ്മിയും നമ്മുടെ ഭവനത്തിൽ കുടിയിരിക്കും. ആരോഗ്യലക്ഷ്മി കുടുംബത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് എന്തു കുറവാണ് വരിക?
ജീവൻ നിധി കുബേര ദീപത്തെ തെളിയിക്കൂ, കുറവില്ലാതെ ജീവിക്കൂ. ഒരുപാട് നാളായി ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേരിൽ ഒരു കോർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസ് പെട്ടെന്ന് തീരണം, അതിലൂടെ പൈസ വരും, എന്റെ മകളുടെ കല്യാണം നന്നായി നടത്തണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ കേസ് നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു. മോൾക്കൊരു നല്ല വരനെ കിട്ടി. പിന്നെ ഈ വീട് ബാങ്കിൽ പണയം വെച്ച് എന്റെ മകളുടെ കല്യാണം നന്നായി നടത്തി. കല്യാണം കഴിഞ്ഞ പാടെ എന്റെ ഭർത്താവിന് പക്ഷപാതം വന്നു. അത് കാരണം ജോലിക്ക് പോകാൻ അദ്ദേഹത്തിന് പറ്റാതായി. ചികിത്സയ്ക്കായി ഞങ്ങൾ ഒരുപാട് കടവും വാങ്ങിത്തുടങ്ങി. അത് കാരണം ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാങ്കിൽ നിന്ന് നോട്ടീസും വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. ആ സമയത്താണ് ജീവൻ നിധി കുബേരദീപത്തെക്കുറിച്ച് ഞാൻ കേട്ടത്. കുബേരദീപത്തിനൊപ്പം വന്ന പെരുമാൾ മോതിരം എന്റെ ഭർത്താവിന്റെ കയ്യിൽ ഞാൻ അണിയിച്ചു. പെരുമാൾ ഡോളർ എന്റെ കഴുത്തിലും ഇട്ടു. കുബേരദീപം ഡെയിലി ഞങ്ങളുടെ വീട്ടിൽ തെളിയിക്കും. അങ്ങനെ 48 ദിവസം പൂജ ചെയ്തു കഴിഞ്ഞപ്പോൾ കോർട്ടിൽ നീണ്ടുപോയിക്കൊണ്ടിരുന്ന കേസിൽ ഞങ്ങൾ വിജയിച്ചു. അതിനുശേഷം അതുവഴി ഞങ്ങൾക്ക് 70 ലക്ഷം രൂപ കിട്ടി. അതിൽ പാതി പണം കൊണ്ട് ബാങ്കിലെ ലോൺ അടച്ചു തീർത്തു. ബാക്കി പണം കൊണ്ട് കടങ്ങളും കൊടുത്തു തീർത്തു. പൂജ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണോ അപ്പൊ തൊട്ട് എന്റെ ഭർത്താവിന്റെ ആരോഗ്യത്തിൽ പടിപടിയായി മാറ്റം കണ്ടു തുടങ്ങി. കിടന്നുകൊണ്ടേയിരുന്നയാൾ പതിയെ പതിയെ നടക്കാൻ തുടങ്ങി. ഈ കുബേരദീപം ദിവസവും ഞങ്ങളുടെ വീട്ടിൽ തെളിയിക്കാറുണ്ട്. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ എന്റെ ഭർത്താവ് പൂർണ്ണമായും സുഖപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഓരോ വീടുകളിലും കുബേരദീപം തെളിയണം. ഇരുളകന്ന് പ്രകാശം തെളിയണം. ഈ കുബേരദീപം ഓർഡർ ചെയ്യുവാൻ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിലേക്ക് കോൾ കൊടുക്കുക. നിങ്ങളെ ശരിക്കും ഒലയ്ക്കുന്ന പ്രധാനപ്പെട്ട 5 പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ പറയുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി 3ാമത്തെ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയാം. ചില കുടുംബങ്ങളിൽ ഡൈവോഴ്സ്, ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും. പ്രധാനമായും എങ്ങനെ ഇതുണ്ടായെന്ന് അറിയില്ല. കടം പെരുകുന്നുണ്ട്. 1000, 2000 അങ്ങനെയൊക്കെ തുടങ്ങി 1 ലക്ഷം വരെയും വാങ്ങിയിരിക്കുന്നു. വീട്ടിൽ സമാധാനമേ ഇല്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ മാത്രം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീട്ടിൽ സന്തോഷം, സുഭിക്ഷത, ഐശ്വര്യം നിലയ്ക്കാതിരിക്കുന്നതിനായി കുബേരദീപത്തെ ഒരു മണ്ഡലകാലത്ത് തെളിയിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധ. ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ജീവൻ നിധി കുബേരദീപത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ചുമ്മാതെ ഇരിക്കുമോ? ഈ കുബേരദീപത്തെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഡെയിലി വിളക്ക് കത്തിക്കുന്നത്. അതുമാത്രമല്ല, ഈ കുബേരദീപം തെളിയിക്കുന്നതിനായി കുബേരദീപ പരിമള സുഗന്ധ എണ്ണയും താമരത്തണ്ടിൽ നിന്നെടുത്ത തിരിയും തരുന്നുണ്ട്. ഈ താമരത്തണ്ട് തിരുനൂലും പരിമള സുഗന്ധ എണ്ണവും ചേർത്ത് വിളക്ക് കത്തിച്ചാൽ ദിവസം മുഴുവൻ വീട്ടിൽ നല്ല സുഗന്ധം നിലനിൽക്കും. അതുമാത്രമല്ല, മനസ്സിലും ഒരുപാട് സമാധാനം തോന്നും. ഞാൻ വീട്ടിലായിരുന്നാലും ഓഫീസിലായിരിക്കുമ്പോഴായാലും ഈ ജീവൻ നിധി കുബേരദീപത്തില് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞേ എവിടെയും പോകും. ഈ കുബേരദീപം അപൂർവ ശക്തിയുള്ള കുബേരയാഗത്തിൽ വെച്ച് മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ആ കുബേരയാഗത്തെയും ശുക്രന്റെ അനുഗ്രഹം നേടി നിങ്ങളിലേക്കെത്തുന്നു. ഈ ജീവൻ നിധി കുബേരദീപത്തിൽ കൊടുത്തിരിക്കുന്ന കുബേര നാണയ മന്ത്രത്തെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച തോറും ഉച്ചരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിറയും. എന്റെ മോൾക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നതുകൊണ്ട് കല്യാണം നടക്കാതിരിക്കുകയായിരുന്നു. നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ പോകാത്ത അമ്പലങ്ങളില്ല, ചെയ്യാത്ത പരിഹാരങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അയൽക്കാരിൽ ഒരാൾ പറഞ്ഞത് ഈ ജീവൻ നിധി കുബേരദീപത്തെക്കുറിച്ച്. അത് വാങ്ങി തെളിയിച്ചു കഴിഞ്ഞതും 1 മാസത്തിനുള്ളിൽ എന്റെ മോളുടെ കല്യാണം നടന്നു. ഇപ്പോൾ എന്റെ മോളുടെ വിവാഹ നിശ്ചയം നടന്നു. അടുത്ത ചിങ്ങമാസത്തിൽ അവളുടെ കല്യാണമാണ്. ഈ ജീവൻ നിധി കുബേരദീപം എന്റെ പേര് ദിവ്യ, എന്റെ ഹസ്ബൻഡിന്റെ പേര് വിനോദ്. ഞങ്ങളുടെ കല്യാണം നടന്നിട്ട് 2 വർഷമായി. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നില്ല. എപ്പോ നോക്കിയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയി അവസാനം. എന്താണ് കൂടുതൽ പറയേണ്ടത്? ഒരു ഘട്ടം കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഇല്ലാതായി തീരും. ഇവളെയും ഡൈവോഴ്സ് ചെയ്യാൻ അപ്ലൈ ചെയ്തിരുന്നു. എപ്പോ നോക്കിയാലും ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കൊക്കെ വലിയ വഴക്കും നടക്കും. ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാമെന്ന് വരെ ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ജീവൻ നിധി കുബേരദീപത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. 48 ദിവസം വിളക്ക് തെളിയിച്ച് പൂജ ചെയ്തു. എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. താങ്ക്സ് ടു ജീവൻ നിധി കുബേരദീപം. ആരും മറക്കാതെ, ഒട്ടും മറക്കാതെ ജീവൻ നിധി കുബേരദീപം ഓർഡർ ചെയ്യുക. നാളെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കുബേരദീപം തെളിയിക്കൂ. ഈ കുബേരദീപം തെളിയിക്കുവാൻ നല്ല ദിവസമെന്നോ ചീത്ത ദിവസമെന്നോ ഒന്നുമില്ല. ജീവൻ നിധി കുബേരദീപം
എന്നാണോ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അന്ന് മുതൽ ഐശ്വര്യവും വന്നു ചേരും.